നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വെംബ്ലിയില് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA കപ്പിൽ മുത്തമിട്ടപ്പോൾ 2-1 വിജയം നേടിയപ്പോൾ 2 ഗോളുകളും നേടിയത് യുവതാരങ്ങളാണ്, ടീനേജേഴ്സ് ആണ്. കോബി മൈനോയും അലിയാൻഡ്രോ ഗർനാച്ചോയും. FA കപ്പിന്റെ ഫൈനലിൽ ഗോൾ അടിക്കുന്ന ടീനേജർ. അതെ, ഈ 2 പേർക്ക് മുമ്പ് FA കപ്പില് ഫൈനലിൽ ഗോൾ അടിച്ച ടീനേജർ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2004 അതിനുശേഷം ആദ്യമായിട്ട് ടീനേജേഴ്സ് FA കപ്പിന്റെ ഫൈനലിൽ ഗോൾ അടിക്കുന്നു. 2 പേരും ടീനേജർമാരാണ്. അവരുടെ ഗോളിന്റെ ആ ഒരു ബലത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക, ഇപ്പോൾ കോബി മൈനോയുടെ കാര്യം നോക്കുക. അദ്ദേഹം ഈ ഒരു സീസണിൽ 5 ഗോളുകളാണ് ആകെ അടിച്ചു കൂട്ടിയത്. 5 ഗോളുകൾ, അതിലൊന്ന് FA കപ്പിന്റെ ഫൈനലിൽ വെംബ്ലിയിൽ. 19 വയസ്സേ ഉള്ളൂ. ഈ സ്പെഷ്യൽ സംശയമില്ല. അലിയാൻഡ്രോ ഗർനാച്ചോ 10 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് നേടിയിട്ടുള്ളത്. സ്പെഷ്യൽ കിഡ്സ് ആണ്. അവരിതാ കിരീടം തന്നെ നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇനി നോക്കുക, FA കപ്പിന്റെ ഫൈനലിൽ ഇതിന് മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ഗോൾ അടിച്ചിട്ടുള്ള ടീനേജേഴ്സ്: ക്രിസ്ത്യാനോ റൊണാൾഡോ 2004 എഗെയിൻസ്റ്റ് മിൽവോൾ. ഇപ്പോ അലിയാൻഡ്രോ ഗർനാച്ചോ, കോബി മൈനോ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 2 പേരും ഗോൾ അടിച്ചിരിക്കുന്നു. 2022 അലിയാൻഡ്രോ ഗർനാച്ചോയും കോബി മൈനോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് FA യൂത്ത് കപ്പിന്റെ ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. ആ 2 പേര് ഇതാ FA കപ്പിന്റെ ഫൈനലിൽ ഒരുമിച്ച് കളിക്കുന്നു. അവർ 2 പേരും ഗോൾ അടിക്കുന്നു. ചിരവൈരികളായ സിറ്റിയെ വീഴ്ത്തുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിരീടത്തിലേക്ക് പോകുന്നു. ഈ കിഡ്സ്, ഈ ടീനേജേഴ്സ് സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.